അപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇതുപോലൊരു വീനക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്ക് കട്ടിങ് എങ്ങനെയാണെന്നും വേണ്ട ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാം ഇന്നത്തെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈയുണ്ട്, ബാക്കിൽ വെക്കാനുള്ള പീസ്, പടി വെക്കാനുള്ള പീസ് ഒക്കെ ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്നൊരു ഫ്രോക്ക് നൈറ്റിയാണ് അടിക്കണത്. അപ്പോൾ 290 ഒരു നൈറ്റി തുണിയാണിത്. നല്ല ഡിസൈനാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് 290 അതിന് 165 രൂപയാണ് കേട്ടോ വില. നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല തുണിയുമാണ്. പിന്നെ ഒന്ന് ചുരുങ്ങും, അപ്പോൾ അതനുസരിച്ച് 2 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയിട്ട് വേണം നമ്മൾ വെട്ടാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലോട്ട് പോകാം. 47 ഇഞ്ച് ഇറക്കം വേണം എനിക്ക്. അപ്പം നമുക്ക് ആ 47 ഇഞ്ചിന് കണക്കാക്കി 2 പീസ്, അതായത് 2 ആക്കി മടക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം ഞാൻ 41 വെച്ച് 2 ആക്കി ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പീസിനെ നമുക്ക് ആദ്യം ഒന്ന് 2 ആക്കി നീളത്തിൽ മടക്കിയെടുക്കാം. അപ്പം നീളത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് 2 ആക്കി മടക്കിയെടുക്കണ്ടേ. എന്നിട്ടിത് നമുക്കൊന്ന് കറക്റ്റ് ഇടാം കേട്ടോ. 2 ആക്കി നീളത്തിൽ മടക്കിയ തുണീനെ നമുക്ക് ഇതുപോലെ 2 ആക്കി വട്ടത്തിലും കൂടെ മടക്കണം. കണ്ട, അപ്പം നമുക്ക് ആ ഒരു ഭാഗത്ത് 4 പീസ് വരും. കണ്ട, 1 2 3 4 ഇതൊന്ന്. അപ്പം ഇത് ഞാൻ നിൽക്കണ വശം ഫോൾഡ് അല്ലാത്ത ഭാഗവും ഇത് ഫോൾഡായ ഭാഗവും 4 പീസുള്ള ഭാഗവുമാണ്. ഇനി നമ്മുടെ മോളിൽ നിന്ന് നമുക്ക് 45 എവിടെ കിട്ടുമോ അവിടേക്ക് നമുക്കൊന്ന് വരച്ചെടുക്കണം. അപ്പം ടേപ്പ് ഇവിടെ നിന്ന് പിടിക്കുക. എന്നിട്ട് 45 ഇറക്കം എവിടെ നിന്നാണ് കിട്ടണം അവിടെ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. അപ്പം ഞാൻ 45-ന് ഒരു 2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കേണ്ടത്. കാരണം തിരുമ്പുമ്പോൾ ചുരുങ്ങുമെന്ന് നല്ല ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു തുണി ഉണ്ടായത് നല്ലോണം തിരുമ്പി കഴിഞ്ഞപ്പോൾ ചുളുങ്ങി. അപ്പം ഞാൻ എൻ്റെ താഴേക്ക് 45-ന് 47 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ അതൊന്ന് നമുക്ക് അടയാളപ്പെടുത്തേക്കാം. അപ്പോൾ എനിക്ക് ഷോൾഡറിൻ്റെ അളവ് 7 ഇഞ്ചാണ്. കറക്റ്റ് 7 ഇഞ്ച്. 6.5 എൻ്റെ ഷോൾഡറിൻ്റെ കറക്റ്റ് അളവ്. അതിനുശേഷം ഞാൻ 1/2 ഇഞ്ചും കൂടി കൂട്ടി 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ 7 ഇഞ്ച് നമുക്ക് താഴോട്ടൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കൂലിട്ടാ. ചില ആൾക്കാരുടെ കൈക്ക് വണ്ണം ഉണ്ടാകും, അതനുസരിച്ച് അളവെടുത്തിട്ട് വേണം കട്ട് ചെയ്യാനും കേട്ടോ. അപ്പം ഞാൻ ഇത് ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് 7 ഇഞ്ച് ഇത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ 7-ന് ഞാൻ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ എൻ്റെ വണ്ണം 42 വണ്ണം 42. അപ്പം 42-ൻ്റെ 4 ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 10.5 വരും. ആ 10.5 നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്തൊന്ന് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാം. അപ്പോൾ അതെന്ത് ചെയ്യാതെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഒന്ന് ഇതിലേക്ക് വരച്ചെടുക്കാം. അതിൻ്റെ ഷേപ്പിൻ്റെ ഇറക്കമെന്ന് വെച്ചാൽ 13.5 ആ 13.5 അത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ വണ്ണം എത്രയാണോ അതിൻ്റെ 4 ഭാഗം അടയാളപ്പെടുത്തും. അപ്പോൾ 36. അപ്പോൾ ഇതൊരു ഫ്രോക്ക് നൈറ്റി ആയിട്ട് അധികം ഷേപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഇടം കൂട്ടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇവിടെ ഒരു 9.5 അടയാളപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. 9.5 ഇതാണ് നമ്മുടെ ഷേപ്പ്. അതിനുശേഷം ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. കറക്റ്റ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇത് ഞാൻ സ്റ്റിച്ചിൻ്റെ വര വരച്ചു, തയ്യൽ തുമ്പും വരച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1.25 ഇഞ്ച് ഈ മൂലയൊരു 1.25 ഇഞ്ച് ഇങ്ങോട്ട് വരച്ചിട്ട് ഇതിൻ്റെ പകുതി എത്രയാണോ അത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒന്ന് ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ കാണിക്കുക. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. കണ്ട, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. അതുപോലെ തന്നെ ഫ്രണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒന്ന് വരച്ചേക്കാം. 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കി ഫ്രണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ഇവിടുന്ന് നേരെ നമ്മുടെ ഇറക്കം എവിടത്തോളമാണ് അവിടേക്ക് ഒന്ന് അങ്ങോട്ട് ടേപ്പ് വെച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റും അതുപോലെ ഒന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. നമ്മുടെ താഴെ, അതായത് നമ്മുടെ അളവ് എത്രയാണോ ഇറക്കത്തിൻ്റെ അവിടം വരെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വര.
അപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കണത് ഒരു 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് എടുക്കണുണ്ട് കേട്ടോ. 3.5 ഇഞ്ച് എടുക്കണുണ്ട്. ബാക്ക് കഴുത്തിന് ഞാൻ എടുക്കണത് 4 ഇഞ്ചാണ്. ബാക്ക് കഴുത്ത് 4 ഇഞ്ചും അതേപോലെ തന്നെ ഈ 3.5 ഇഞ്ച് ഞാൻ ഇവിടെ 3.5 ഇഞ്ച് ഇതുപോലെ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ. എന്നിട്ട് ഇതൊരു ബോക്സ് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നൊരു ചെറിയ യു മാത്രം ഇട്ട്. ഇനി ഫ്രണ്ട് കഴുത്താണ് നമ്മുടെ ലേസൊക്കെ വന്നമാരത്തെ ഒരു കഴുത്ത, ലേസൊക്കെ വെച്ചിട്ടൊരു കഴുത്താണ് കേട്ടോ. അപ്പോൾ അതൊരു വീക്ക് കഴുത്താണ്. അപ്പം ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഒരു 13.5 ഇഞ്ച്, അര ഇഞ്ച് മുകളിൽ പോകുമല്ല, പിന്നെ എനിക്കൊരു 13 കിട്ടണം. അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കണത് 13.5 ഇഞ്ചാണത് ഇവിടത്തോളം കണ്ട. എന്നിട്ട് ഈ 13.5 ഇഞ്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ഇതുപോലെ ഈ ടേപ്പിൻ്റെ ഒരു അര ഇഞ്ച് മതി കേട്ടോ. അര ഇഞ്ച് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കേണ്ട, അര ഇഞ്ച് ഇത് ഇവിടെ നിന്ന്. അതിന് ശേഷം നമ്മുടെ ഈ മോളിൽ നിന്ന് മോളിൽ നിന്നുള്ള ഈ ഇതുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവരാം കണ്ട. കൊണ്ടുവന്നിട്ട് ഇതൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം. ഇവിടത്തേക്ക് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വി കഴുത്തൊന്ന് വരച്ചെടുക്കണം. ഇവിടെ നിന്ന് വി വരച്ച് നമ്മളിവിടെ ഒരു അര ഇഞ്ച് വരച്ചിട്ടില്ലേ, അവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഇതിലേക്കൊന്ന് മുട്ടിച്ചേക്കണത്. അത് ശ്രദ്ധിക്കണം കണ്ട. ഇവിടെയാണ് കൊണ്ടുവന്ന് വരച്ചേക്കണം. ഞാനത് ആദ്യം നമുക്ക് കൈക്കുഴിയും താഴേക്കൊന്നും ആദ്യം വെട്ടിയെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയത് എവിടെയാണ് അവിടം വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അടിഭാഗത്തുനിന്ന് മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊണ്ടുവന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് നമ്മുടെ ഫ്രില്ലിടുമ്പോൾ തൂങ്ങിക്കിടക്കാതിരിക്കാനാണ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റണത്. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസ് എടുക്കണം. അതായത് നമ്മുടെ കഴുത്ത് വരച്ചേക്കണ ആ ഒരു പീസ് ഉണ്ടല്ലോ വി, അതെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്നും അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ആദ്യം നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടിട്ടുണ്ട്. നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് കുഴിച്ചു വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വി കഴുത്ത് അതും കൂടി നമ്മൾ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിൻ്റെ നെക്ക് എങ്ങനെ ഇരിക്കണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് കണ്ട. ഇതാണ് നമ്മുടെ നെക്ക് ഡിസൈൻ. ഇവിടെ നമ്മുടെ കൈയുടെ ഇറക്കം എത്രയാണോ അതൊന്ന് നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ്, അതായത് നമ്മൾ സൈഡില്ലേ ആംഹോൾ വെട്ടിയ സൈഡ് ഭാഗത്തു നിന്നാണ് നമുക്ക് നെക്ക് കിട്ടണത്. അപ്പോൾ ഇത് നമുക്ക് എന്തോരം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു 8.5 കിട്ടും. 8.5 കിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടില്ല. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ അടിയിൽ പീസ് വെക്കണം. 8.5. ഇനി നമുക്ക് അടിവണ്ണം എടുക്കേണ്ടത്. അപ്പോൾ അടിവണ്ണം എത്ര വേണോ അതെടുക്കാം. അപ്പോൾ ഞാൻ അടിവണ്ണം 7 ഇഞ്ച് കൈക്കുഴിയുടെ വണ്ണം, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ 8.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു വര ഇതുപോലെ വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് കിട്ടാൻ ഇച്ചിരി പണിയാണ്. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതിന് ശേഷം ഇവിടെ നിങ്ങളൊരു 3.25 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക കണ്ട. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു കൈക്കുഴിയുടെ വണ്ണം കിട്ടേണ്ടത് 11 ഇഞ്ചാണ്. അത് കിട്ടുമോ നോക്കാം. അങ്ങനെ ഒരു നോട്ടം മാത്രം തമ്മിൽ നോക്കിയാൽ മതി. 11 ഇഞ്ച് എവിടെ കിട്ടുമോ അവിടേക്ക് ഒന്ന് വരച്ചെടുക്കുക കണ്ട. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചു. അപ്പോൾ ഇതാണ് 11 ഇഞ്ച് നമുക്ക് കിട്ടി. ഇനി നമുക്കിത് ഇതൊന്ന് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം നമുക്ക്. അതായത് കട്ട് ചെയ്തെടുത്ത് കണ്ട. ഇതാണ് നമ്മുടെ സ്ലീവ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നീളം പോരാന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അത് എത്ര എന്തോരം വേണോ അതനുസരിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇച്ചിരിയും കൂടി ഇറക്കം വേണം. എനിക്കൊരു 9 ഇഞ്ച് 9.5 ഇഞ്ച് ഇറക്കം വേണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പീസ് ഇതിലേക്ക് യോജിപ്പിച്ച് കൂട്ടിയാൽ മതി. അതിനാണ് ഈ ഒരു പീസ് എടുത്ത് വെച്ചേക്കണത്. ഫ്ലീറ്റ് അടിയിൽ ഫ്ലീറ്റ് ഇടാൻ വേണ്ട തുണിയാണിത്. ഇതേ ഉള്ള ആകെ 2 സൈഡ് ഞാൻ ലെവലാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന്
മടക്കുക, ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിനെ രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് 4 പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അത്യാവശ്യം കൂടുതൽ ഫ്ലീറ്റ് കിട്ടും. 3 ഫ്ലീറ്റ് എടുക്കണമെങ്കിൽ മാക്സിമം ഫ്ലീറ്റ് കിട്ടും. നിങ്ങൾക്ക് വേറെ ഒന്നിനും പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് 4 കൊടുക്കുക, നല്ല അടിപൊളിയായിട്ട് ഫ്ലീറ്റ് കിട്ടും. കണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നിനും വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് 4 പീസ് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ അടിച്ചിട്ടുണ്ടോ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഒരു ഭാഗത്തിൽ നിന്ന് 2 പീസ് എടുക്കുക. ഒരു പീസിൽ നിന്ന് 2 പീസ് നമുക്ക് സ്ലീവിന് ഇറക്കം കൂട്ടാൻ വേണമല്ലോ. എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്കൊരു ബാക്ക് കഴുത്തിന് പിടിപ്പിക്കാനുള്ള ക്രോസ് പീസ് വേണം, അത് കട്ട് ചെയ്തെടുക്കുക. 4 പീസ് ക്രോസ് പീസ് ഞാൻ അതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 4 പീസും കൂടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കഴുത്തടിക്കാൻ പറ്റും. ഇത് 2 പീസ് ഉണ്ട്, ഇത് 2 പീസ് ഉണ്ട്. അപ്പം അതിന് കിട്ടി. പിന്നെ നമുക്കിനി കഴുത്തിൻ്റെ ലൈസ് വെക്കണ സ്ഥലത്തോട്ട് ഒരു 13 ഇഞ്ചിൻ്റെ 14-15 ഇഞ്ചിൻ്റെ ഒരു നീളമുള്ള പീസ് വേണം. ഈ കഴുത്തിന് നമ്മൾ 13.5 ഇഞ്ചാണ് എടുത്തത്. ഇത് കുറച്ച് ഉള്ളിലോട്ട് പോകാനുള്ളത് കൊണ്ട് ഞാൻ 13.5ക്ക് 1 ഇഞ്ചും കൂടി കൂട്ടി, കുറവ് വരണ്ട അതുകൊണ്ടിട്ടാണ് കേട്ടോ, 1 ഇഞ്ചും കൂടി കൂട്ടിയാണ് വെട്ടണത് കേട്ടോ. 1 ഇഞ്ചിൻ്റെ ഒരു നീളം പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് 3 ഇഞ്ച് വേണം. അപ്പം ആ 3 ഇഞ്ച് എവിടെ കിട്ടും അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ട് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നീളമുള്ള 2 പീസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ കട്ടിങ്.